അധികാരമില്ലെങ്കിലും തങ്ങളുടെ ആളുകളെ എങ്ങനെയൊക്കെ വഴിവിട്ട രീതിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാമെന്ന് ചിന്തിക്കുന്ന CPIMന്റെ കപട രാഷ്ട്രീയത്തിന് മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഹൈക്കോടതി AG ഓഫീസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന അഡ്വക്കേറ്റ് MV വിപിനെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് പുറത്താക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു വിപിന്റെ രാജി എന്നത് UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അചഞ്ചലമായ നിലപാടിന്റെയും രാഷ്ട്രീയ ആർജവത്തിന്റെയും തെളിവ് കൂടിയാണ്. സ്വന്തം പാർട്ടിക്കാരെയും അനുഭാവികളെയും ഭരണകൂടത്തിന്റെ തണലിൽ സുഖിപ്പിക്കാൻ നോക്കുന്ന ഇടതു നയങ്ങൾക്ക് UDF ഭരണത്തിൽ സ്ഥാനമില്ല എന്ന കൃത്യമായ താക്കീതാണ് മുഖ്യമന്ത്രി ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി P രാജീവിന് വേണ്ടി പരസ്യമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ ആളാണ് ഈ അഡ്വക്കേറ്റ് MV വിപിൻ. കോൺഗ്രസിനെയും UDFനെയും തറപറ്റിക്കാൻ അന്ന് വോട്ട് പിടിച്ച അതേ ആളാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ AG ഓഫീസിലെ സുഖകരമായ സീനിയർ GP കസേരയിൽ വന്നിരുന്ന ശമ്പളം പറ്റാൻ നോക്കിയത്. CPIMന്റെ ഈ ഇരട്ടത്താപ്പും അധികാരമോഹവും ലോയേഴ്സ് കോൺഗ്രസ് കൃത്യമായ തെളിവുകളോടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. പരാതി കിട്ടിയ നിമിഷം ഇടതുപക്ഷ സ്വാധീനങ്ങളെ വച്ചുപറപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ മുഖ്യമന്ത്രി വിപിന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. ഈ ധീരമായ നടപടിയിലൂടെ UDF സർക്കാരിന്റെ രാഷ്ട്രീയ ജാഗ്രതയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഇതൊരു വിപിന്റെ മാത്രം കഥയല്ല. ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായിട്ട് കയറിക്കൂടിയ KB പ്രദീപിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി ഇതേ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന വിവാദ സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന പ്രദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും പരിശോധിക്കാതെയായിരുന്നു ആദ്യ നിയമനം. എന്നാൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മുഖ്യമന്ത്രി പ്രദീപിനോടും രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പാർട്ടി നോക്കാതെ തെറ്റായ നിയമനങ്ങൾ തിരുത്താൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ഇച്ഛാശക്തി അഭിനന്ദനം അർഹിക്കുന്നതാണ്. നിലവിൽ സീനിയർ GP ആയിട്ട് നിയമിച്ച P ദീപ്തിയും സ്പെഷ്യൽ GP ആയിട്ട് നിയമിച്ച ജോൺ വർഗീസും ഇതുവരെ ചുമതലയേൽക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. P ദീപ്തിയുടെ CPI ബന്ധം ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കർശന നിലപാട് ഭയന്നാണ് ഇവർ ചുമതലയേൽക്കാൻ മടിക്കുന്നത് എന്ന് വ്യക്തമാണ്. UDF പ്രസ്ഥാനത്തിന് വേണ്ടി കോടതി മുറികളിലും തെരുവുകളിലും ഒരുപോലെ പോരാടിയ പ്രഗത്ഭരായ നിരവധി അഭിഭാഷകർ ലോയേഴ്സ് കോൺഗ്രസിലുണ്ട്. അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്ന ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുറഹ്മാന്റെയും KPCC നേതൃത്വത്തിന്റെയും ആവശ്യം പൂർണ്ണമായിട്ടും ന്യായമാണ്. സ്വന്തം പ്രവർത്തകരുടെ വികാരം മാനിച്ചും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളെ മുൻകൂട്ടി കണ്ടും മുഖ്യമന്ത്രി എടുക്കുന്ന ഈ തീരുമാനങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. UDF ഭരണത്തിലിരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി വിടുവേല ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് തെളിയിച്ച മുഖ്യമന്ത്രിയുടെ ഈ ശക്തമായ നിലപാട് തന്നെയാണ് ഈ സർക്കാരിന്റെ കരുത്ത്. AG ഓഫീസിനെ CPIM വൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും മുഖ്യമന്ത്രിയുടെ ഈ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ്.